നമസ്കാരം. അറേബ്യൻ നാടുകളിൽ മരുഭൂമിയിലെ രാത്രികാല ആഘോഷങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. പക്ഷേ വലിയ തോതിലുള്ള പണം മുടക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ ഡെസേർട്ട് പാർട്ടികളിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ലോകത്തെ സമ്പന്നരായ അല്ലെങ്കിൽ വളരെ അധികാരവും പദവിയൊക്കെ ഉള്ള ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പലപ്പോഴും അവർക്ക് ഭാഗ്യം സിദ്ധിക്കാറുള്ളത്. സാധാരണക്കാരായ ആളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ജീവിക്കുന്നവർക്കുമൊക്കെ ഇതിന് ഒരുപാട് പണച്ചെലവ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പലർക്കും ഇതിനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ വെറും 1500 രൂപയ്ക്ക് മരുഭൂമിയിലെ രാത്രികാല ജീവിതം ആഘോഷിക്കാൻ ഒരു അവസരം വരികയാണ്. ജോർദാനിലെ വാദിറം മരുഭൂമിയിലാണ് ഇത്തരത്തിലുള്ള ഒരു അവസരം ഒരുങ്ങുന്നത്. 1500 രൂപ കൊടുത്താൽ ഒരു രാത്രി നിങ്ങൾക്ക് ഇവിടെ തകർത്ത് ആഘോഷിക്കാം. പ്രഭാത ഭക്ഷണം സൗജന്യമാണ് എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാവൽ വ്ളോഗർമാരുടെയൊക്കെ തന്നെ അഭിപ്രായത്തിൽ ഈ തുക അവിശ്വസനീയമാണ്. ആദ്യം ഇത് വെറും കള്ളമാണെന്നാണ് തങ്ങൾ കരുതിയതെന്നാണ് പലരും പറയുന്നത്. അങ്ങനെയല്ല, പിന്നീട് അവിടെ പോയപ്പോഴാണ് ഇത്രയും ചെറിയ പൈസയ്ക്ക് 1500 രൂപയ്ക്ക് അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ തന്നെ ചിലർ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിവിശാലമായ മുറിയിൽ ഇത് ബാത്ത് അറ്റാച്ച്ഡാണ്. 3 സിംഗിൾ ബെഡുകളുണ്ട്. മാത്രമല്ല ഇവിടുത്തെ കിടക്കവിരികളും അതിൻ്റെ മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെ ലോകോത്തര നിലവാരം പുലർത്തുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ആർക്കും ഇവിടെ എത്തി ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഈ രാത്രി ജീവിതം ആസ്വദിക്കുക. മാത്രമല്ല ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേകം ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് മരുഭൂമിയുടെ ആ ഒരു രൗദ്ര സൗന്ദര്യവും അതുപോലെ സൂര്യാസ്തമയവും ഉദയവും ഒക്കെ തന്നെ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. Airbnb എന്ന ഇത്തരത്തിൽ മുറി ബുക്കിങ്ങും ഒക്കെ നടത്തുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായൊരു സ്ഥാപനമാണ് ഇവിടേക്ക് നമുക്ക് ബുക്കിംഗ് ഏർപ്പാടാക്കി തരുന്നത്. ആർക്കെങ്കിലും ഈ ജോർദാനിലെ ഈ സംവിധാനങ്ങൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം എന്നാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ ഇത് കണ്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ തങ്ങൾക്ക് മികച്ച ആതിഥേയത്വമാണ് ലഭിച്ചത് എന്നും അവർ പറയുന്നു. ഇതിൻ്റെ ഉടമസ്ഥനും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ തങ്ങളുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ തങ്ങൾക്ക് ഏറെ സഹായകരമായി പ്രവർത്തിച്ചുവെന്നും അവരുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ തന്നെയാണ് തങ്ങൾക്ക് അനുഗ്രഹമായി മാറിയത് എന്നുമൊക്കെയാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. പ്രശസ്ത ട്രാവൽ വ്ളോഗറായ വിക്ടോറിയ പറയുന്നത് നിങ്ങൾക്ക് ഈ രാജ്യം സന്ദർശിക്കാനുള്ള അല്ലെങ്കിൽ ഈ മരുഭൂമി സന്ദർശിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് എന്നാണ്. ഇപ്പോൾ ശൈത്യകാലമാണ്. മരുഭൂമിയിൽ നിങ്ങൾക്ക് വളരെ സുഖകരമായൊരു ജീവിതം ഇവിടെ ഉറപ്പാണെന്നും മാത്രമല്ല ഇവിടെ സുരക്ഷയ്ക്കായുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. കാരണം മരുഭൂമികളിൽ നമ്മൾ വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും അല്ലെങ്കിൽ കുടുംബം ജീവിക്കേണ്ടി വരുമ്പോഴൊക്കെ തന്നെ സുരക്ഷയുടെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷ് സർക്കാരാകട്ടെ ബ്രിട്ടനിൽ നിന്ന് ഈ ജോർദാനിലേക്ക് ഇത്തരം മരുഭൂമികളിലെ ടെൻറ്റുകളിലേക്കൊക്കെ പോകുന്ന ആളുകൾക്കായി ചില പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് അവർ ചില പ്രത്യേക സ്ഥലങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ഏതാണ്ട് 3 കിലോമീറ്ററോളം വരുന്ന ചില മേഖലകളുണ്ട്. ഇവിടെ ഒരു കാരണവശാലും നിങ്ങൾ താമസിക്കരുത് എന്നാണ് ബ്രിട്ടൻ നിർദ്ദേശം നൽകുന്നത്. കാരണം ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തീവ്രവാദ സംഘങ്ങളുടെ ആക്രമണങ്ങളോ പിടിച്ചുപറിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഇക്കാര്യത്തിൽ അതിശക്തമായ തോതിലുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ജോർദാനിലെ മറ്റ് ഭാഗങ്ങളിലേക്ക്, അതായത് ഈ മേൽപ്പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ പോലും പോകണമെങ്കിൽ അക്കാര്യത്തിനും ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ തന്നെ സ്വീകരിച്ചിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ജോർദാനിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിലാണ് അവിടേക്ക് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരു രാത്രി മരുഭൂമിയിൽ അടിച്ചു പൊളിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. മരുഭൂമിയെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ മാത്രം അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളവരോ സിനിമയിൽ കണ്ടിട്ടുള്ളവർക്കോ ഒക്കെ തന്നെ മരുഭൂമിയിലെ ജീവിതം എങ്ങനെയായിരിക്കും, എങ്ങനെ അവിടെ സുഖകരമായി ജീവിക്കാം, എങ്ങനെയാണ് അവിടുത്തെ രാത്രികാല ജീവിതം എന്നൊക്കെ അറിയാൻ, നൈറ്റ് ലൈഫ് ആസ്വദിക്കാനൊക്കെ തന്നെ ഏറ്റവും മികച്ചൊരു അവസരമാണ് ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് ലഭ്യമാകുന്നത്.